ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കോജിക് ആസിഡ് മോയിസ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. കോജിക് ആസിഡ് മോയിസ്ചറൈസർ പറയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് കോജിക് ആസിഡ് നമുക്ക് നോക്കാം. കോജിക് ആസിഡ് ബേസിക്കലി പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ് കോജിക് ആസിഡ്. എങ്ങനെയാണ് കോജിക് ആസിഡ് വർക്ക് ചെയ്യുന്നത് നമുക്കിനി നോക്കാം. കോജിക് ആസിഡ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. എങ്ങനെ കുറച്ച് എളുപ്പത്തിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് കളർ തരുന്ന മെലാനിൻ എന്ന് പറയുന്ന സാധനമാണ്. ഈ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നിലുള്ള സെല്ലുകളാണല്ലോ, ഈ സെല്ലിനെയാണ് നമ്മൾ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ മെലാനോസൈറ്റിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെലാനിന് ഈ സെല്ലിലേക്ക് ഒരു മെസ്സേജ് എത്തണം. ഈ മെസ്സേജിനെയാണ് നമ്മൾ ടൈറോസിനേസ് എന്ന് പറയുന്നത് എൻസൈമാണ് ഈ മെസ്സേജ് എത്തിക്കുന്നത്. ഈ എൻസൈമിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സെല്ലിലേക്ക് എത്താതെ തടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെല്ല് ഒരിക്കലും ഈ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്ന മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അപ്പൊ ആ തടയുന്ന സാധനങ്ങളെയാണ് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റർ, അതായത് ഇൻഹിബിറ്റ് ചെയ്യുന്ന തടയുന്ന സാധനം. അപ്പൊ ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ് കോജിക് ആസിഡ്. കോജിക് ആസിഡ് കൂടാതെ തന്നെ ഒരുപാട് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സിന് നമ്മൾ ഓൾറെഡി ഈ ചാനൽ എപ്പോഴും പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു, എനിക്കറിയാം ഈ ടോപ്പിക്ക് കുറച്ച് ബോറടി ഉണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇടുമ്പോൾ അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടിടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എനിവേസ് ഇപ്പം നമ്മൾ ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന് വേണ്ടി തടയുന്ന ഒരാളാണ് കോജിക് ആസിഡ് എന്ന് പറയുന്ന സാധനം. ഈ കോജിക് ആസിഡ് ബേസിക്കലി ഫംഗസിൽ നിന്നാണ് ഉണ്ടാക്കി വരുന്നത്. സോയാബീൻ അല്ലെങ്കിൽ റൈസിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ കോജിക് ആസിഡ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. ഇത് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് മെലാസ്മ, പ്രത്യേകിച്ചും സൺ ഡാമേജ് കാരണം ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ, സൺബേൺസ് അല്ലെങ്കിൽ സൺ കാരണം ഉണ്ടാകുന്ന ഈ സ്പോട്ടുകളൊക്കെ മാറ്റാനായിട്ട് കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. മെയിൻലി നമ്മൾ 1% to 2% വരെയാണ് കോജിക് ആസിഡ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ന്യൂ ജനറേഷൻ ബ്ലീച്ച് എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലോങ് ടേം യൂസിൽ നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യാറില്ല, കാരണം ചിലപ്പോൾ ഇത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 months കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു 1 to 2 months ഒന്ന് ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. 2, നിങ്ങൾ ലാക്ടേറ്റിംഗ്, അതായത് കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതോ അതല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ വേറെ ഇൻഗ്രീഡിയന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ അസലിക് ആസിഡ്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഇതുപോലത്തെ വേറൊരു വീഡിയോ അത് പറ്റി ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബേസിക്കലി കോജിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റെസ്ട്രിക്ഷൻസ് ഇത് രണ്ടുമാണ്. പിന്നെ അതല്ലാണ്ട് ആർക്കൊക്കെ കോജിക് ആസിഡ് ക്രീമുകൾ അല്ലെങ്കിൽ മോയ്സ്ചറൈസറിന്റെ ഫോമിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്കൊക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാമോ അവർക്കൊക്കെ നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യും. ഇനി എങ്ങനെയുള്ള ആൾക്കാരാണ് കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുവരെയും നിങ്ങൾ ഒരു തരത്തിലും ഒരു സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഫേസിൽ ഒരു നല്ല ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് ബേസ്, പിന്നെ നിങ്ങൾ ഇതൊരു സെറംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം സെറംസ് യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യും. കാരണം സെറവും മോയ്സ്ചറൈസറും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സെറമാണ് നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ അധികം ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നില്ല. മാത്രമല്ല നമ്മുടെ അതിനെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ മോയ്സ്ചറൈസറിൽ സാധനങ്ങളുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സിറത്തിലോട്ട് പോവാതെ തന്നെ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും സ്കിൻ കെയർ പറയുമ്പോൾ ഞാൻ പറയാറില്ലേ, റൊട്ടീൻസ് പറയുമ്പോൾ ഞാൻ പറയാറില്ലേ, ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യണം. ആ ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ്സ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടും. സെറത്തിന്റെ അത്രയും കിട്ടിയില്ല എങ്കിൽ പോലും നമുക്ക് ഒരു പരിധിവരെ നമുക്കൊരു ചേഞ്ച് നമുക്ക് ഈ മോയ്സ്ചറൈസേഴ്സിലൂടെ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് കോജിക് ആസിഡ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഒരു പരിധി നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. കാരണം സെറത്തിന്റെ ഫോമിലായാലും ക്രീമിന്റെ ഫോമിലായാലും, ക്രീം എന്ന് വെച്ചാൽ മോയ്സ്ചറൈസറിനെക്കാളും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഉള്ള ക്രീമിന്റെ ഫോമിലായാൽ പോലും മോയ്സ്ചറൈസറിന്റെ ഫോമിലായാലും കോജിക് ആസിഡ് 1 to 2% നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ നമുക്ക് 2% വരെ കോജിക് ആസിഡ് ഇൻഡ്യൂസ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കോജിക് ആസിഡ് മോയ്സ്ചറൈസറിന്റെ ഫോമിൽ യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും സെറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കോജിക് ആസിഡിന്റെ മോയ്സ്ചറൈസറിന്റെ കൂടെ യൂസ് ചെയ്യും. ഇപ്പൊ ചില ആൾക്കാർ റെറ്റിനോൾ, വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്സ് ഇതിന്റെയൊക്കെ സിറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, കറൻലി പെപ്റ്റൈഡ് സിറംസ്, നയാസിനമൈഡ് സിറം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ ഇഷ്യൂ ഒന്നുമില്ല. അതൊരു ആഡ് ഓൺ മോയ്സ്ചറൈസറിങ് എഫക്റ്റും കിട്ടും, അതിന്റെ കൂടെ നമുക്കൊരു ആക്റ്റീവ് ആയിട്ടുള്ള കോജിക് ആസിഡ് ഇൻഗ്രീഡിയന്റും കിട്ടും. ഒരു ആഡ് ഓൺ ആണ്. ഏതെങ്കിലും ഒരു സിറം പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ മാറാനായിട്ട് ഇതൊരു സാധനം യൂസ് ചെയ്താൽ ഒരു ആഡ് ഓൺ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോജിക് ആസിഡ് ബേസിക്കലി മോയ്സ്ചറൈസറിന്റെ ഫോമിൽ യൂസ് ചെയ്യുന്നത്.
ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിന്നും യുണീക്കാണ്. നമ്മൾ ട്രയൽ റൺ നടത്തിയാലും നമുക്ക് സ്കിൻ കെയർ ലിറ്ററലി ഇപ്പൊ ഞാൻ പറയുന്ന അതേ റുട്ടീൻ ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചില വർക്ക് ചെയ്യണമെന്നില്ല. ട്രയൽ റൺ നടത്തിയാൽ ഞാൻ എപ്പോഴും ട്രയൽ റൺ നടത്തിയാലും നമുക്കൊരു ചേഞ്ച് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട്, ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഹൈഡ്രേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ഒരു സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജെൽ ടൈപ്പിന് മോയ്സ്ചറൈസർ എക്സ്ട്രാ ആഡ് ചെയ്യും. ബേസിക്കലി ഞാൻ ഈ പറയുന്ന മോയ്സ്ചറൈസേഴ്സിലൊന്നും ഈ ഒരു പ്രശ്നം വരാമില്ല. പക്ഷെ ക്രീമുകൾ പറയുമ്പോൾ അത് വരാറുണ്ട്. ഞാൻ വേറെ 2-3 ക്രീംസ് ഞാൻ പറയാൻ പോകും. അപ്പൊ ക്രീം മാത്രം യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇനഫ് ഹൈഡ്രേഷൻ കിട്ടാൻ പോകില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു ആഡ് ഓൺ ആയിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യും. കോജിക് ആസിഡിന്റെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെങ്കിൽ അല്ലാത്ത മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ടൊന്നും വരാനായിട്ട് പോകില്ല. ഇനി എല്ലാവർക്കും വരുന്ന ഡൗട്ട്, എന്താണ് ഈ മോയ്സ്ചറൈസറും ക്രീമും തമ്മിലുള്ള വ്യത്യാസം? ക്രീം എന്ന് വെച്ചാൽ നമുക്കൊരു കോയിൻ സൈസ് എമൗണ്ടിൽ എടുത്താൽ മതി. മോയ്സ്ചറൈസറും മാത്രമല്ല അതൊരു പെർട്ടിക്കുലർ പ്രോഗ്രാമിനാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷെ മോയ്സ്ചറൈസർ ആ ഒരു പെർട്ടിക്കുലർ ഇതിനും കൂടെ വർക്ക് ചെയ്യും. അതിന്റെ കൂടെ സ്കിന്നിന്റെ ഹൈഡ്രേഷനും കൂടെ ഫോക്കസ് ചെയ്യും. അപ്പൊ അത്രയും കൂടി ഇൻഗ്രീഡിയൻസ് മോയ്സ്ചറൈസറിലോട്ട് ആഡ് ചെയ്യും. ക്രീമിൽ അത്രയും ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല. അതാണ് ബേസിക്കലി ഒരു കോൺസെൻട്രേറ്റഡ് ആക്റ്റീവ് ക്രീം മോയ്സ്ചറൈസറും തമ്മിലുള്ള വ്യത്യാസം. അതല്ലാണ്ട് ക്രീംസ് ഉണ്ട്, ഹൈഡ്രേറ്റിംഗ് ക്രീംസ് ഉണ്ട്. അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഹൈഡ്രേഷൻ സാധനങ്ങളെ പറ്റിയിട്ടാണ്. ഇപ്പം കോജിക് ആസിഡിനെ പറ്റി, കോജിക് ആസിഡ് മോയ്സ്ചറൈസറിനെ പറ്റി, കോജിക് ആസിഡ് ക്രീമുകളെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടെ പറയാം, കോജിക് ആസിഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനാണ്. മെലാസ്മ, അതുപോലെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്സുകൾ, അല്ലെങ്കിൽ നമ്മൾ പിമ്പിൾ മാർക്സുകൾ, അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തോണ്ടാവുന്ന ടാൻ, ലോങ് ടേം ടാനിങ്, പ്രത്യേകിച്ച് നമ്മൾ തോളിൻ്റെ മുഖത്തിന്റെ ഈ ഭാഗത്തുണ്ടാവുന്ന ടാനിങ് ഒക്കെ മാറ്റാനായിട്ടാണ് നമ്മൾ ബേസിക്കലി കോജിക് ആസിഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ കോജിക് ആസിഡ് ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബോഡി മോയ്സ്ചറൈസേഴ്സ് ആയിട്ട്. അതിന്റെയും റെക്കമെൻഡേഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഫേസ് മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ മോയ്സ്ചറൈസർ ഇപ്പൊ കറന്റ്ലി എന്റെ റൊട്ടീനിലുള്ളതാണ്. ഞാൻ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പേഴ്സണലി വാങ്ങിച്ചൊരു സാധനമാണ് ഡോക്ടർ ഷെയ്ത്തിന്റെ ഈ ഒരു കോജിക് ആസിഡ് കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസർ. ഇത് ഓയിൽ ഫ്രീ ഫോർമുലേഷൻ ആണ്. അപ്പൊ ഞാൻ ഓയിൽ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ച് ഡൗട്ട്സ് ഇതിനകത്ത് വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിനകത്ത് ഇൻഗ്രീഡിയന്റിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്: കേസർ, കോജിക് ആസിഡ്, ആൽഫ ആർബിട്രിൻ. ഈ കേസർ എന്ന് പറയുന്ന കുങ്കുമപ്പൂ നമുക്കറിയാം, കുങ്കുമപ്പൂ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ആക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. കോജിക് ആസിഡ് 1% ആണ്. ഇത് നമ്മൾ പ്രഗ്നൻസി സേഫ് ആണ് എന്ന് പറഞ്ഞാലും ഞാൻ കോജിക് ആസിഡ് പ്രഗ്നൻസിയുടെ സമയത്ത് തീരെ യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്ന ആളാണ്. രണ്ടാമത്തെ ആൽഫ ആർബിറ്റിൻ, ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. പിന്നെ ഇത് ഓയിൽ ഫ്രീ ഫോർമുലേഷൻ ആണെങ്കിലും ആൾക്കാർക്ക് വരുന്നൊരു സംശയമാണ്, ഇതിനകത്ത് കോക്കനട്ട് ആൽക്കനൈൻ ഉള്ളതുകൊണ്ട്. ഇതിനകത്ത് കോക്കനട്ട് ആൽക്കനൈൻ ഒരു ഇമോളിയന്റ് അല്ലെങ്കിൽ സോൾവെന്റ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. കോക്കനട്ട് ആൽക്കലൈൻ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഫോർമുലേഷൻ അനുസരിച്ചാണ് ഇതിന്റെ കൊമഡോജനിക് റേറ്റ് വരുന്നത്. ഇൻ പെർട്ടിക്കുലർ ഇത് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4 to 5 കൊമഡോജനിക് റേറ്റിൽ വരുന്നതുകൊണ്ടാണ് ഇത് മൂക്കുരു വരുത്തും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുലേഷനിൽ ഇത് ഒരു വോളറ്റൈൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിന്നിൽ ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫോർമുലേഷൻ ആവശ്യമുണ്ട്, അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇവാപറേറ്റ് ചെയ്യും, സ്കിന്നിന് ഒരു സ്മൂത്ത് ഫിനിഷ് തന്നിട്ട് ഇത് ഇവാപറേറ്റ് ചെയ്ത രീതിയിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇതൊരു അബ്സോർബ് ചെയ്യുന്നില്ല സ്കിന്നിലോട്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റ് കാരണം ഉണ്ടാവാനായിട്ട് പോണില്ല. അപ്പൊ അതൊന്ന് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോജിക് ആസിഡ് മോയ്സ്ചറൈസർ ഏതെന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർ ഷെയ്റ്റിൽ ഈ ഒരു മോയ്സ്ചറൈസർ പിക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മോയ്സ്ചറൈസറും നമ്മൾ ഡോക്ടർ ഷെയ്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ആക്ച്വലി ഡ്രൈ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡോക്ടർ ഷെയ്ത്തിന്റെ കേസർ ആൻഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിനകത്ത് നേരത്തെ നമ്മൾ കേസറും കോജിക് ആസിഡും ആൽഫ ആർബിറ്റിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കേസറും 1% കോജിക് ആസിഡും 2% നയാസിനമൈഡും കൂടിയാണ്. ആ ഈ 2% നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ എടുത്തു പറയുന്നത് ഇത് എപ്പോഴും ഡ്രൈ നോർമൽ സ്കിൻകാർക്കാണ് നല്ലത്. നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം ഇതിനകത്ത് കുറച്ച് കൊമഡോജനിക് ഏജൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ സ്കിൻകാർക്കും അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിൻകാർക്കും ഇത് ആവശ്യമുണ്ട്, കാരണം നിങ്ങളുടെ സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയിട്ട്. പക്ഷെ ഓയിലി സ്കിൻകാർക്കോ കോമ്പിനേഷൻ സ്കിൻകാർക്കോ ഈ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രൈ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോജിക് ആസിഡ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാം, അതല്ല മോയ്സ്ചറൈസിങ് ക്രീം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റതും സെലക്ട് ചെയ്യാം. അപ്പൊ ഡോക്ടർ ഷെയ്റ്റിന് നമുക്ക് 2 ഓപ്ഷൻസ് തരുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ മോയ്സ്ചറൈസർ ആണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിലുള്ള മോയ്സ്ചറൈസർ. ഡീകൺസ്ട്രക്റ്റിന്റെ 5% നയാസിനമൈഡ് 1% കോജിക് ആസിഡ് മോയ്സ്ചറൈസർ.
ഇത് നമ്മുടെ സ്കിന്നെ സൂപ്പറായിട്ട് ബ്രൈറ്റൻ ആക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്. ഒന്ന് നയാസിനമൈഡ് ഉണ്ട്, അത് 5%. പിന്നെ നമ്മുടെ 1% കോജിക് ആസിഡ് ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ ആണ് നമ്മുടെ വിറ്റാമിൻ സിയുടെ ഫോർമുലേഷൻ ഇതിനകത്ത് വരുന്നത്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പൊളി സാധനമാണ്. പക്ഷെ ഇതിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ ഇൻഗ്രീഡിയൻസ് കോമഡോജനിക് റേറ്റിംഗിൽ 3 വരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ഈവൻ ഇതൊരു ജെൽ ഫോർമുലേഷൻ ആണെങ്കിൽ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വല്ലപ്പോഴും എങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലോട്ട് പോകുക. അതല്ല നിങ്ങളുടെ നോർമലി കോമ്പിനേഷൻ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ. കാരണം ഇതിനകത്ത് കോജിക് ആസിഡ് കൂടാതെ തന്നെ സ്കിൻ ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ ഇ ഉണ്ട്. വിറ്റാമിൻ ഇയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഓയിലി സ്കിൻകാർക്ക് അത്ര നല്ലതല്ല എന്ന് പറയാം. കാരണം കോമഡോജനിക് 3 വരുന്ന ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഒരു മൈൽഡ് 0 to 5 വരെ സ്കെയിൽ 3 എന്ന് പറയുമ്പോൾ നടുക്ക് നിൽക്കുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഒരു 50% ഉണ്ട്. അപ്പൊ നമ്മൾ ചാൻസ് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓയിലിക്കാർക്കും ആക്നെ പ്രോൺകാർക്കും ഈ ഒരു മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് 4ാമത്തെ മോയ്സ്ചറൈസർ നോക്കാം. അടുത്ത 4ാമത്തെ മോയ്സ്ചറൈസർ ആണ് നമ്മുടെ കോൺഷ്യസ് കെമിസ്ട്രിന്റെ കോജിക് ആസിഡ് മോയ്സ്ചറൈസർ. ഇതിനകത്ത് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ക്രീം എന്നോ മോയ്സ്ചറൈസേഴ്സ് എന്നൊക്കെ പറയാം. കാരണം ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്, ട്രാനെക്സാമിക് ആസിഡ് ഉണ്ട്, കോജിക് ആസിഡ്, അങ്ങനെ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പിഗ്മെന്റേഷൻ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതും ജെൽ ഫോർമുലേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇതിനകത്തും ചില ഇൻഗ്രീഡിയൻസ് 2 വരെ കോമഡോജനിക് റേറ്റിംഗിൽ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതല്ലാണ്ട് ഞാനിത് എല്ലാവർക്കും വരണം. കാരണം 2 ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരണം എന്നില്ല, നല്ല സിവിയർലി ഉള്ള ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറയും ഇത് 1 of the ആ ഒരു ചാൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ ഇതാണ് വരുന്നത്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അല്ല നിങ്ങൾക്ക് തീരെ റിസ്ക് എടുക്കുന്നതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഓയിലിയാണ്, അധികം മൂക്കുരൊന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നിങ്ങൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് സ്കിനൊക്കെ ഡബിൾ ക്ലെൻസ് ഒക്കെ ചെയ്ത് പോസ് ഒന്നും അധികം ക്ലോഗ് ആവാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇപ്പൊ നമ്മൾ മോയ്സ്ചറൈസ് ഇട്ട് നമ്മൾ ക്ലോഗ് ആകാൻ ഒരു അവസരം കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് മൂക്കുരു വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു അവസരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മൂക്കുരു വരാൻ ചാൻസ് ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ജെൽ ഫോർമുലേഷൻ ഒക്കെയാണ്, അപ്പൊ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. റിസ്ക് എടുക്കാം, വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ നോക്കുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു സാധാരണ കോൺഷ്യസ് കെമിസ്ട്രി ഈ ഒരു മോയ്സ്ചറൈസർ. കാരണം ഇതിനകത്ത് ട്രാനെക്സാമിക് ആസിഡും നയാസിനും കോജിക് ആസിഡും ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ കോജിക് ആസിഡ് ഫേസ് മോയ്സ്ചറൈസേഴ്സ് ഇത്രയാണ്. ഇനി നമുക്ക് കുറച്ച് ക്രീമുകൾ നോക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്ന കോജിക് ആസിഡ് ക്രീമുകളാണ്. ഇപ്പൊ നിങ്ങൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാം. പക്ഷെ നൈറ്റിൽ ഈ ക്രീം യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു മോയ്സ്ചറൈസർ കൂടെ യൂസ് ചെയ്യുക. കാരണം ഇത് ഒരിക്കലും നമുക്ക് ഹൈഡ്രേഷൻ തരത്തില്ല സ്കിന്നിൽ. 2% വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡെർമക്കോയിൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡെർമ ടച്ചിലുണ്ട്, ഡോക്ടർ ഷെയ്ത്തിലുണ്ട്, ഫിക്സ് ഡെർമയിലുണ്ട്. ഇത് ഇത്രയും 2% കോജിക് ആസിഡ് വരുന്നതാണ്. അപ്പൊ ഇത് ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, പിഗ്മെന്റേഷൻ മാറ്റാൻ നമ്മൾ കോജിക് ആസിഡോ എന്ത് സാധനം യൂസ് ചെയ്താലും സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സൺസ്ക്രീൻ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ക്രീമുകൾ ഒരിക്കലും നമുക്ക് ഹൈഡ്രേഷൻ തരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മതിയായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല. പക്ഷെ ക്രീം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. മോർണിംഗിലാണെങ്കിൽ നമ്മുടെ സൺസ്ക്രീനിൽ നിൽക്കും, നൈറ്റിലാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഈ ക്രീമുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മോയ്സ്ചറൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി മോയ്സ്ചറൈസേഴ്സിൽ 2% ഉണ്ട്. അപ്പൊ 2 പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടാത്തുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ മോയ്സ്ചറൈസേഴ്സ് പറഞ്ഞു തന്നത്. ഇല്ല നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വേണ്ട, ക്രീം ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിലി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടി ഫാസ്റ്റ്ലി റിസൾട്ട് കിട്ടും. അപ്പൊ വേണമെങ്കിൽ ക്രീം യൂസ് ചെയ്യാം. പക്ഷെ ക്രീം യൂസ് ചെയ്താൽ മസ്റ്റ് ആയിട്ട് ഒരു മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ബോഡിക്ക് പറ്റിയ കുറച്ച് കോജിക് ആസിഡ് ബോഡി ലോഷൻ കൂടെ നമുക്ക് പറയാം. ബോഡി പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പറ്റിയൊരു 3 കോജിക് ആസിഡ് ബോഡി മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഡെർമക്കോയിൽ ഉണ്ട്, ഡോക്ടർ ഷീത്തിലുണ്ട്, ബേക്കിലുണ്ട്. ബേക്കിൽ 2%, ഡെർമക്കോയിൽ ഡോക്ടർ ഷീത്തിൽ 1% വെച്ചിട്ടാണ് കോജിക് ആസിഡ് ഉള്ളത്. പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്താലും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇനി ഫേസ് വാഷസും
ബോഡി മോയ്സ്ചറൈസേഴ്സ്, ബോഡി വാഷസും ഒക്കെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയാത്ത, ഞാൻ ബേസിക്കലി ഹൈഡ്രേഷൻ അടങ്ങിയ ഒരു വീഡിയോ ആക്കി ഇത് ചുരുക്കിയതുകൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ബോഡി വാഷസുകൾ പെർട്ടിക്കുലർ വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് ഞാൻ വരുന്നത്. എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. ടിൽ ഡേറ്റ്സ് ലക്ഷ്മി സൈനിങ്.